അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രോഗസന്ദർശനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞ, നമ്മുടെ ബാധ്യതയായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത്. ഈ രോഗികളെ സന്ദർശിക്കുമ്പോൾ ഇടയ്ക്കിടെ സന്ദർശിക്കലാണ് സുന്നത്ത്. വയസ്സന്നു അൻ തക്കൂനൽ അയ്യാദത്തു ഗിബ്ബൻ, ഇടയ്ക്കിടെ സന്ദർശിക്കണം. സ്ഥിരമായ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആളാണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് പോയി വരിക എന്നുള്ളതല്ല, ഇടയ്ക്കിടെ അയാളെ പോയി സന്ദർശിക്കണം. നേരത്തെ പറഞ്ഞ ആളുകൾ, നമ്മുടെ അയൽവാസികളായ, കുടുംബക്കാരായ, കൂട്ടക്കാരായ ആളുകൾ, അവിശ്വാസികളാണെങ്കിൽ പോലും, ദിമ്മിയായ കാഫിറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മളോട് സഹകരിക്കുന്ന അവിശ്വാസിയായ, നമ്മുടെ അയൽപക്കത്തുള്ള നമ്മുടെ ബിസിനസ് പാർട്ട്ണർമാരായ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അയൽവാസികളായ അവിശ്വാസികളാണെങ്കിൽ പോലും ഇടയ്ക്കിടെ സന്ദർശന സുന്നത്താണ്. ഫലാ യുവാസുലുഹ കുല്ല യൗമിൻ എന്ന് വെച്ച് എല്ലാ ദിവസവും ഇങ്ങനെ സന്ദർശിക്കാൻ പോക്ക് നല്ലതല്ല. ഇല്ലാ നഹ്വ ഖരീബിൻ ഔ സദീഖിൻ, അത് സ്വന്തം കുടുംബക്കാരോ അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടോ ആണെങ്കിൽ ഒഴികെ. അതല്ലാത്ത ഒരു സാധാരണഗതിയിലുള്ള സ്വാഭാവികമായ ബന്ധങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇടയ്ക്കിടെ പോയി സന്ദർശിക്കണം. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് രണ്ട് പേരിലും ഇറങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് ഉമർ ഇബ്നുൽ ഹക്കം ഇബ്നു റാഫി ഇബ്നുൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു തആല അൻഹു പറയാണ്. സമയത്തു, ഞാൻ കേട്ടിരിക്കുന്നു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട്. അബ്ദുല്ലാഹി ഇബ്നു ജാബിർ പറയാണ്, സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. മഹാനായ ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. യഖൂൽ മൻ ആദ മരീളൻ, ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചാൽ ഖാല ഫിർ റഹ്മ, അവൻ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയപ്പെടുന്നതാണ്. ഹത്താ ഖഅദ ഇദസ്തഖറ ഫീഹാ, ആ രോഗിയുടെ ചാരത്ത് അവൻ നിൽക്കുന്ന കാലത്തോളം അവൻ അള്ളാഹുവിന്റെ റഹ്മത്തിന് വിധേയനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോ അള്ളാഹുവിന്റെ റഹ്മത്ത് അവിടെ ഇറങ്ങാനുള്ളൊരു കാരണമാണ്. രോഗിന്റെ അടുത്ത് പോയി അയാൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല, അയാളെ പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തി അസ്വസ്ഥപ്പെടുത്താനല്ല പറഞ്ഞത്. നേരെ മറിച്ച് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു. രോഗിയുടെ അടുത്ത് പോയാൽ എല്ലാവർക്കും സുന്നത്തുള്ള സംഗതിയാണ്, ബിസ്മില്ലാഹി സലാസ, 3 പ്രാവശ്യം ബിസ്മി ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക സുന്നത്താണ്. എന്തുട്ടാ വഖുൽ 7 മറാത്തിൻ, 7 പ്രാവശ്യം ഇങ്ങനെ പറയണം. അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. അഊദു ബില്ലാഹി വഖുദ്റതിഹി, അല്ലാഹുവിന്റെ നാമം കൊണ്ട്, അല്ലാഹുവേ നിന്നോട് ഞാൻ സഹായം ചോദിക്കുകയാണ്. വഖുദ്റതിഹി, നിന്റെ കഴിവ് കൊണ്ട് നിന്നോട് ഞാൻ സഹായം ചോദിക്കുകയാണ്. മിൻ ശർരി മാ അജിദു വ ഉഹാദിർ, ഈ രോഗി അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ എന്ന പ്രാർത്ഥന. മിൻ ശർരി മാ അജിദു വ ഉഹാദിർ, മിൻ ശർരി മാ അജിദു വ ഉഹാദിർ, അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്ന് 7 തവണ പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ഏതൊരു രോഗാവസ്ഥയിലും ചൊല്ലൽ സുന്നത്തായ ഒരു കാര്യം. അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ ഖാല റസൂലുള്ളാഹി
ഇങ്ങനെയുള്ള ചില പ്രാർത്ഥനകളൊക്കെ രോഗികൾ ചെയ്യണം, അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി നാം ചെയ്തു കൊടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഒരു ബാധ്യതയാണ്, ഒരു ഹക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് പ്രാവർത്തികമായിട്ട് ജീവിക്കുന്ന യഥാർത്ഥ സുന്നികളിൽ, യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.